വസ്ത്ര വ്യാപാര രംഗത്ത് മാറ്റത്തിന്റെ സൂര്യോദയം. മുറാദ് വെഡിംഗ് സെന്റർ, കുറ്റിപ്പുറം റോഡ്, കാരത്തൂർ. നമസ്കാരം, ബെറ്റർ ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. കനോലി കനാലിന്റെ ഇരുകരകളിലുമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്ക് പടിഞ്ഞാറ് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡായ വാക്കാട് തീണ്ടപ്പടി ആലിശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂട്ടായി പാലം അടച്ച കാരണം ചമ്രവട്ടം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കൂടി ഇപ്പോൾ ഇതിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. അരിമ്പിരുത്തി പാലത്തിന്റെ സൈഡിൽ വലിയ കുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ ഇരുചക്രവാഹനങ്ങൾ വീണ് നിരവധി പേർക്ക് ദിനേന പരിക്കേൽക്കുകയാണ്. പെട്ടെന്ന് ശരിയാക്കിയില്ലെങ്കിൽ ഈ പാലവും അടച്ചിടേണ്ട അവസ്ഥ വരും. കാനൂർ വഴി അരിക്കാഞ്ചിറയിലേക്കുള്ള റോഡും കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുകയാണ്. കിഴക്കൻ മേഖലയിലുള്ളവർക്ക് ഹെൽത്ത് സെന്റർ, ഡയാലിസിസ് സെന്റർ, ആയുർവേദ ഡിസ്പെൻസറി, തുഞ്ചൻ കോളേജ് എന്നിവിടങ്ങളിലേക്കും, പടിഞ്ഞാറൻ മേഖലയിലുള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഹോമിയോ ഡിസ്പെൻസറി, തീണ്ടാപ്പടി ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലേക്കും പോകാൻ ഈ റോഡിനെയാണ് മുഖ്യമായും ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ റോഡാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തേക്ക്, വില്ലേജിലേക്ക്, മൃഗാശുപത്രിയിലേക്ക് എല്ലായിടത്തേക്കും പോണ റോഡാണ്. പിന്നെ സ്കൂൾ കുട്ടികൾ പോകുന്ന വഴിയാണ് ഇത്. ഈ റോഡിൻ്റെ ഈ ഭിത്തി ഒരു വൃത്തി കാര്യങ്ങളൊന്നുമില്ല. മൊത്തം പൊന്തയും പുല്ലും കണ്ട ആൾക്കാർ കച്ചറ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ. അത് നോക്കാൻ ഇതിനൊന്നും ഒരാളെയും കൂടെ കാണുന്നില്ല. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ കണ്ട് പറഞ്ഞു വിടണമെന്നുള്ളത് അതും നോക്കണം. കാരണം ഇവിടെ ഈ റോഡിൽ ഇത്രയും വലിയ കുഴി ഉണ്ടാകുമ്പോൾ കുട്ടികളെ നോക്കി ചെയ്യുക, ഡ്രൈവർമാർ വണ്ടി കുഴി ഒഴിവാക്കുക ചെയ്യുക എന്നുള്ളത് അറിയില്ല. അപ്പോൾ കുട്ടികളെ സുരക്ഷ നമ്മൾ നോക്കണം, റോഡിൻ്റെ സുരക്ഷ എല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ അതിനുള്ള ഒരു ഇത് എന്തായാലും ഇവിടെ കാണുന്നത്. റോഡ് നന്നാക്കിയില്ലെങ്കിലും ഈ പാച്ച് വർക്ക് ഈ കുഴിയെങ്കിലും അടച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ഒരു ഉപകാരമാവും. ഒന്നാമത് സ്കൂളിൽ 2 LP സ്കൂള്, ഇവിടെ ഒരു ഹൈസ്കൂള്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റല്, ഇവർക്കൊക്കെ പോകുന്ന മെയിൻ റോഡാണിത്. പെട്ടെന്ന് ഏകദേശം ഈ റോഡാണ് എല്ലാവരും ആശ്രയിക്കാറുള്ളത്. പിന്നെ ഒന്നാമത് ഈ വണ്ടികളൊക്കെ എല്ലാവരും അന്നന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം വീട് ചെയ്യണമെങ്കിൽ. ഇത് വർക്ക്ഷോപ്പിൽ കൊടുക്കാറുണ്ടാവുക, അല്ലാതെ ഈ എവിടെ നിന്നാണ് കാശ് കിട്ടുക? ഞങ്ങളെ റോഡ് എന്ന് വെച്ചാൽ വളരെ മോശമാണ്. വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല. ഒരു വണ്ടി വിളിച്ചാൽ കിട്ടൂല, തീരെ കിട്ടൂല. അത്രയും വളരെ മോശം. ഇത് എത്ര നാളായി എന്നറിയാം. ഇതും കൊണ്ട് ഞങ്ങൾ പലരോടും പറയണം. മെമ്പറോട് പറയും, അതുപോലെ പലരോടുമായിട്ട് ഇങ്ങനെ നമ്മളെ ഈ അവസ്ഥകൾ പറയും. രോഗികളായിട്ട് പോകാനുള്ളൊരു പ്രയാസം അത്രയ്ക്കുണ്ട്. ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടിയാൽ വളരെ നന്നായി. മെയിനായിട്ട് 2 വണ്ടി പോകാനുള്ള റോഡ് എന്ന് പറയാനില്ല. കാരണം കുടിവെള്ളത്തിൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞ ശേഷം 2 വണ്ടിക്ക് പാസ് ചെയ്യാനുള്ളൊരു സംവിധാനം കൂടെ ഇല്ല. പിന്നത്തെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോടാണ്. തോടിനൊരു കൈവരി ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു വണ്ടിക്കാരൻ സൈഡ് കൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ ശ്രദ്ധിക്കുക, വണ്ടിയെ ശ്രദ്ധിക്കുക എന്നുള്ളൊരു പ്രയാസം. രണ്ടാമത്തെ വന്നിട്ട് കൂട്ടായി പാലം ക്രോസ് ചെയ്തതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വണ്ടി പാസ് ചെയ്യുന്ന മേഖലയായി മാറിയിരുന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനും കൂടി പറ്റാത്തൊരു സാഹചര്യമാണ് റോഡ്. മലയാള സർവകലാശാലയിലെ ഗേൾസ് ഹോസ്റ്റലിലെ കുട്ടികളും പറവണ GVHSS, വെട്ടം AHM സലഫി ഹൈസ്കൂൾ, AHM LP സ്കൂൾ, വെട്ടം AM UP സ്കൂൾ എന്നിവിടങ്ങളിലെ നിരവധി കുട്ടികളും യാത്ര ചെയ്യുന്നത് ഇതിലൂടെയാണ്. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും തൊട്ട് മുൻപുള്ള പ്രസിഡന്റിൻ്റെയും വീടുകൾ ഈ റോഡിൻ്റെ വശങ്ങളിലാണ്. റോഡിൻ്റെ കനോലി കനാലിൻ്റെ വശത്തെ പാർശ്വഭിത്തിയും തകർന്നു കിടക്കുകയാണ്. കൂടാതെ ബാരിക്കേഡുകളുമില്ല. വശങ്ങൾ കുറ്റിക്കാട് വളർന്ന് ഇഴജന്തുക്കളും നായ, കുറുക്കൻ മുതലായ ക്ഷുദ്രജീവികളും താവളമാക്കിയിരിക്കുകയാണ്. ആയതിനാൽ വളരെ പ്രധാനപ്പെട്ട ഈ റോഡ് എത്രയും വേഗത്തിൽ നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വെട്ടം.